പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ അദ്ദേഹം ചെയ്യേണ്ട പണി ചെയ്യുന്നില്ല, അതിന് പകരം മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ വേണ്ടി പുതിയ ഓരോ അടവുമായിട്ട് വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആഗസ്റ്റ് 14 നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിനു മുൻപേ ഇന്നത്തെ ദിവസം ഇന്ത്യ വിഭജനത്തിൻ്റെ ഭീകരദിനമായിട്ട് ആചരിക്കണം എന്ന് ഗവർണർ പറയുകയാണ്. ഒരു നിർദ്ദേശം പോലെ സർവകലാശാലകൾക്ക് കൊടുക്കുന്നു. ശരിക്കും ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേണ്ട ഒരു കാര്യം? ഒരു ഗവർണർ ചെയ്യേണ്ട പണി ഇതൊക്കെയാണോ? ഒരിക്കലും അല്ല. മാത്രമല്ല ഞാൻ വിചാരിച്ചിരുന്നത് ആർലേക്കർ മറ്റേ ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം അദ്ദേഹം ഈ തെരുവിൽ തല്ലുപിടിക്കുന്ന കൊച്ചുകുട്ടികളുടെ ഒരു മനസ്സിൽ നിന്ന് കുറെ കൂടി ഗൗരവമായ പക്വതയുള്ള രാഷ്ട്രീയ സംവാദങ്ങളാണ് അദ്ദേഹം തുടക്കത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിനും ഈ ഗവൺമെന്റിനോട് ദുർവാശി പിടിച്ചു ഇത്തരം കുട്ടിക്കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു നിലവാരമേ ഉള്ളൂ എന്നാണ് ഈ വാഗ്വാദം എനിക്ക് തോന്നുന്നത്. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔചിത്യം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. രാജ്യമാകെ എന്തൊക്കെ പറഞ്ഞാലും അത് രാജ്യത്തിന് സന്തോഷിക്കാനുള്ള ദേശീയമായ ദിനമാണ്. ആ സന്തോഷവേളയുടെ തൊട്ടു തലേന്ന് ഒരു ഭീകര ദിനം കൊടുക്കുകയാണ് നമ്മൾ. അതിന് എന്തൊക്കെ റീസണൊക്കെ ഉണ്ടാവും. പക്ഷേ ഔചിത്യം എന്ന് പറയുന്നൊരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരാളുടെ മരണത്തിൽ അനുശോചിച്ചാൽ എങ്ങനെ ഇരിക്കും? കല്യാണ തലേന്ന് അനുശോചന യോഗം വെക്കുന്ന പോലെ ഉള്ളൊരു സംഭവമല്ലേ? ഒന്ന് ആലോചിച്ചു. സംഭവം ശരി. ആഗസ്റ്റ് 14 എന്താ സംഭവിക്കുന്നത്? അന്നാണ് പാകിസ്ഥാൻ ഉണ്ടായത്. ഇനിയിപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കിയുള്ള കുഴപ്പം എന്തേത് 14 15 രണ്ടാവാൻ കാരണം? അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? നമ്മുടെ അന്ധവിശ്വാസമാണ്. നമ്മളെ ജ്യോതിഷികൾ പറഞ്ഞത് ആഗസ്റ്റ് 14 നല്ല ദിവസമല്ല, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ കുറ്റം നമ്മൾ തന്നെ ഏറ്റു പറയാം. ഈ പല്ലിൽ കുത്തിയിട്ട് മണക്കം കൊടുക്കുക എന്ന് പറയില്ലേ? മലബാറിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അക്ഷരാത്തിൽ അതല്ലേ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പാകിസ്ഥാന്റെ പിറന്നാളാണ്. പാകിസ്ഥാൻ എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാൻ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്ന 10-75 കൊല്ലം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അയൽ രാജ്യമാണ്. നമ്മൾ ശത്രു രാജ്യമായി ആണെന്ന് വിളിച്ചോളൂ. ശത്രു രാജ്യമാണെങ്കിൽ തന്നെ അവരോട് യുദ്ധം ചെയ്യേണ്ട നമുക്ക് നേരത്തെ നമ്മൾ ചെയ്യുന്നുണ്ട്. തോൽപ്പിക്കേണ്ട നേരത്തെ തോൽപ്പിച്ച് ഓടിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ദേശീയ ദിനത്തിനെ നമ്മളിപ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ഭീകര ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഒരു അനൗചിത്യം ആലോചിച്ച് നോക്കൂ. 2. ഇനി മൂന്നാമത്തേത്, ഇനിയിപ്പോൾ വിഭജനം. തീർച്ചയായിട്ടും ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് വിഭജനം. യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നേരത്തെ പോലുള്ള ചോദ്യമാണ്, വിഭജനത്തിന് ആരാണ് ഉത്തരവാദി അല്ലാത്തതെന്ന് ചോദ്യം ചോദിച്ചു നോക്കൂ. ഓഫ് കോഴ്സ് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗിനും പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മുഹമ്മദ് അലി ജിന്ന 40 പാകിസ്ഥാൻ പ്രമേയം ലാഹോറിലെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. അതിനു മുമ്പ് 3 കൊല്ലം മുമ്പ് സാക്ഷാൽ വീര സവർക്കർ 37 40 3 കൊല്ലം മുമ്പ് 37 ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ, എനിക്ക് തോന്നുന്നു 19ാമത്തെ സമ്മേളനം മറ്റുമാണ്, അതിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ, ഇന്ത്യ ഡിവൈഡ് ചെയ്യണം, ഹിന്ദുവും മുസ്ലിമും ഒരു രാഷ്ട്രമല്ല, ദ്വിരാഷ്ട്രമാണ്. ദ്വിരാഷ്ട്രവാദം ആദ്യം അവതരിപ്പിക്കുന്നത് സവർക്കറാണ്. ഞാൻ പറയാം എല്ലാവരും. ഇനി പോട്ടെ, കോൺഗ്രസിൽ നിന്ന് സി രാജഗോപാലാചാരി ആദ്യമേ അംഗീകരിച്ചു. ഏറ്റവും ഒടുവിൽ നെഹ്റു, അപ്പോഴും നെഹ്റു പട്ടേലൊക്കെ എതിരായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി പോലും ഒപ്പുവെച്ചപ്പോഴല്ലേ വിഭജന പ്രമേയം ഉണ്ടാകുന്നത്. ബ്രിട്ടീഷുകാരുടെ പോളിസിയാണ്, സമ്മതിച്ചു, അത് സംശയമില്ല. ഡിവൈഡ് ആൻഡ് റൂൾ അവരുടെ പ്രിൻസിപ്പിളാണ്. എന്നാൽ പിന്നെ അന്തിമമായി നമ്മൾ അതിനെ എതിർക്കണ്ടേ? അപ്പോഴേക്ക് ആ ഘട്ടമായപ്പോഴേക്ക് നമ്മൾ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് മടുത്തു കഴിഞ്ഞിരുന്നു. മാത്രമല്ല ആർക്കൊക്കെയോ അധികാരത്തിന്റെ താല്പര്യങ്ങൾ വന്നിരുന്നു. ജിന്നക്ക് പ്രധാനമന്ത്രിയാവാൻ ഒരു രാജ്യം വേണം എന്ന അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ഇപ്പുറത്തും ചിലർക്ക് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിഭജനത്തെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ ആ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാവും, ഏറെക്കുറെ ആർക്കും മാറിയിരിക്കാൻ കഴിയില്ല. ഇനി പോട്ടെ, വിഭജനത്തോടനുബന്ധിച്ചുള്ള കൂട്ടക്കൊലകൾ അതിഭീകരമാണ്. അഭയാർത്ഥി പ്രവാഹങ്ങൾ, കൂട്ടക്കൊലകൾ, ചോരച്ചാലുകൾ, കണ്ണീര്, ഭീകരമായിരുന്നല്ലേ? അത് തർക്കമില്ല. അതിഭീകരമാണ്. കൊള്ളിവെപ്പ്, പലായനങ്ങളൊക്കെ കറക്റ്റാണ്, വളരെ ഭീകരമാണ്. പക്ഷെ അതിനെ അങ്ങനെ അനുസ്മരിക്കണമെങ്കിൽ എന്തിനാണ് ഈ ആഗസ്റ്റ് 14 തന്നെ വെക്കുന്നത്? ഈ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം തന്നെ വെക്കുന്നത് എന്തിനാ? വേറെ ദിവസം നിങ്ങൾ എത്രയുണ്ട്? ഞാനിപ്പോൾ എപ്പോഴും ഈ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, പാകിസ്ഥാൻ വേണം എന്ന ആദ്യത്തെ വാദം ഉയരുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ സവർക്കർ ആരുമല്ല, നമ്മുടെ ഭരണഘടനാ പദവി ഒന്നും വഹിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. എന്നാൽ 40 പാകിസ്ഥാൻ പ്രമേയമാണല്ലോ ലാഹോറിലെ. ആ പാകിസ്ഥാൻ പ്രമേയം വരുന്നത് ഓഗസ്റ്റ്, എൻ്റെ ഒരു ഓർമ്മ, മാർച്ച് 23 1940 മാർച്ച് 23. ആ ദിവസം നമുക്ക് കരിദിനമാക്കി അല്ലെങ്കിൽ ഭീകരദിനമാക്കി കൊണ്ടു നടക്കാം. മാർച്ച് 23 പോട്ടെ. ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിൾ ആരുടേതാ? ബ്രിട്ടീഷുകാരുടേതാ.
ബ്രിട്ടീഷുകാരാണ് ആദ്യം ഇന്ത്യ വി ഹാവ് ഡിസൈഡഡ് ടു ഡിവൈഡ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആരാ? മൗണ്ട് ബാറ്റന. അതെന്നാ? ജൂൺ 4-നാണ് എൻ്റെ ഓർമ്മ. ജൂൺ 4 എന്നാ അന്ന് വെച്ചൂടെ? ഏതെല്ലാം ദിവസങ്ങളുണ്ട്? വേണ്ട. വിഭജനം നടന്നിട്ട് വലിയ കൂട്ടക്കൊലകൾ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരം നവഖാലിയാണ്. വലിയ കലാപങ്ങൾ 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്ന കൂട്ടക്കൊലകളാണ് നടന്നത്. ആ കലാപം തുടങ്ങിയ ദിവസം വെക്കാം, എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ 10 മഹാത്മാഗാന്ധി അവിടെയാണെന്ന്. 46 തന്നെ 46 മഹാത്മാഗാന്ധി നേരിട്ട് സമാധാന ദൂതുമായി പോയ നവഖാലിയിലെ കലാപം തുടങ്ങുന്നത് വിഭജനത്തിന് തൊട്ടു മുന്നോടിയായി നടന്ന ഹൊറർ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് നവഖാലിയിലാണ്. അതൊരു ഒക്ടോബർ 10 എന്നാ അന്ന് വെച്ചൂടെ? ഞാൻ പറയുന്നത് നമുക്ക് വിഭജനത്തോട് അനുബന്ധിച്ച് നടന്ന, തീർച്ചയായിട്ടും വിഭജനം നടക്കാൻ പാടില്ലാത്തതാണ്. വിഭജനം നടന്നതിന്റെ ഉത്തരവാദികൾ നമ്മളെല്ലാവരുമാണ്. എല്ലാ പാർട്ടികളും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. അവസാനമായി മഹാത്മാഗാന്ധി വരെ മനമില്ലാ മനസ്സോടെ മൂളിയത് കൊണ്ടാണ് യാഥാർത്ഥ്യമായത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല. ഒന്ന്. രണ്ടാമത്, ആ വിഭജനത്തെ ഓർക്കാനാണെങ്കിൽ വേറെ കുറെ ദിവസങ്ങൾ കൊടുക്കാം. സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് നല്ല ഓർമ്മകൾ പങ്കിടേണ്ട സമയത്ത്, മധുരം മാത്രം രാജ്യത്തിന് കൊടുക്കേണ്ട ഒരു സമയത്ത്, ഇനി എന്തിനാണ് ഒരു കയ്പ് അതിന്റെ തലേന്നാണ്? ഞങ്ങളുടെ നാട്ടിൽ പറയും കല്യാണത്തിന്റെ തലേന്നാണ് ഏറ്റവും നല്ല കല്യാണം. എന്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞു, കല്യാണത്തിന്റെ തലേന്നാണ് വലിയ കല്യാണം. അന്ന് നമ്മൾ കയ്പ് കൊടുത്തിട്ട് പിറ്റേന്ന് മധുരം കൊടുക്കുന്നില്ല. എന്താ അർത്ഥമുള്ളത്? ആലോചിക്കും. അപ്പൊ ഇതൊക്കെ ഒരു വേണ്ടാധീനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തു നോക്കൂ. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഹൊററായിട്ട് ആഘോഷിക്കും. പാകിസ്ഥാൻ ആഘോഷിക്കാൻ എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശവത്തിൽ പാകിസ്ഥാനികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലപിക്കുന്ന വീപ്പിംഗ് ലാൻഡാണ് പാകിസ്ഥാൻ. ഇത്രയേറെ ഒരു ജനത 19 കൊല്ലം മുമ്പ് 1940 തൊട്ട് കാണിച്ച അബദ്ധം, ഡയറക്റ്റ് ആക്ഷനിലൂടെ 15,000 മനുഷ്യരെ കൊന്നിട്ടൊക്കെയാണ് ഇവർ പാകിസ്ഥാൻ നേടിയത്. ഡയറക്റ്റ് ആക്ഷൻ. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആക്ഷന്റെ ദിവസം പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ August 16 1946 August 16. അപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ പിറ്റേന്നാവും. അത് വേണ്ടാന്നേ. ഈ August 15 അവിടെ ഇരിക്കട്ടെ. അതൊരു പ്രഷ്യസ് ഡേറ്റ് ആണ്. അതിനോട് ചേർത്ത് 14 16 ഒന്നും കരിദിനൊന്നും വെക്കരുത്, ഹൊററും വെക്കരുത്. ഇനി ഈ ശവത്ത് പാകിസ്ഥാനെ പോലെ ഇത്രയേറെ വിലപിക്കുന്ന ഒരു ജനത ലോകത്തില്ല. ഒന്ന്, ഞങ്ങളുടെ രാജ്യം ഒരു വലിയ പാപമായിരുന്നു. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ പോലൊരു മഹാസംസ്കൃതിയെ വിഭജിച്ചത് ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞത് രാമായണം നമ്മൾ ചർച്ച ചെയ്തതല്ലേ? പാകിസ്ഥാനികൾ ഇപ്പോഴും രാമായണത്തെ നെഞ്ചേറ്റുന്നു. പാകിസ്ഥാനികൾ അമിതാഭ് ബച്ചനെ ആർത്തു വിളിച്ചു നടക്കുന്നു. പാകിസ്ഥാനികൾ നമ്മുടെ സിനിമാ പാട്ടുകളും സിനിമകളൊക്കെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പൊ അവര് ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവർക്ക് മതമുണ്ടോ? രാജ്യവുമില്ല, മതവുമില്ല. അതിന് പകരം അവരെന്താ? അവർ ബലൂജികളാണ്, അവർ സിന്ധികളാണ്, അവർ പഞ്ചാബികളാണ്, അവർ പഷ്തൂണികളാണ്, തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു രാജ്യം ഇങ്ങനെ ശവം പോലെ കിടക്കുമ്പോൾ ആ ശവത്തിൽ പോയിട്ട് നമ്മൾ ഒരു കുത്തു കൊടുക്കണം. ഇന്ത്യ എന്തുമാത്രം മുന്നേറി എന്ന് ആലോചിച്ചു. ഇന്ത്യ എന്തുമാത്രം ഭാഗ്യം ചെയ്ത നാടാണ്. വിഭജിച്ചു പോയതിന്റെ ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ വിഭജിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ടല്ലേ പോയത്. ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? ലോകത്തിലെ ഒരു വമ്പൻ ശക്തിയായി നിൽക്കല്ലേ ഇന്ത്യ. ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഈ കീടത്തെ പോലെ നമ്മുടെ കാൽ കീഴിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരുത്തനെ പോയി ചവിട്ടാൻ പോണത്? ഇന്ത്യൻനെസ് കാണിക്കണ്ടേ നമ്മൾ? ഇന്ത്യൻനെസ്സിന് എപ്പോഴും ഒരു മഹത്വം ഉണ്ടല്ലോ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പൗരനാണ്. ആ നിലയ്ക്ക് ഞാൻ പറയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണത്. അക്രമമാണ്. എന്തിനാണ് ഈ നമ്മുടെ ആദരണീയനായ ഗവർണർക്ക് ഈ മാതിരി ദുർവാശി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്നിട്ടെന്താ ഒരു ഗവർണർ ഒരു ഉത്തരവിട്ടാലേ നടപ്പാക്കണം എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ എന്താ 2 ഉത്തരവാണ്. ഗവർണർക്ക് താഴെ ചാൻസലറുടെ ഉത്തരവ്, അതിന്റെ താഴെ ചാൻസലറായ മന്ത്രിയുടെ ഉത്തരവ്. എന്താ? അത് നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. ഇതെന്തൊരു വെള്ളരിക്കപ്പെട്ട ഒരു രാജ്യത്തെ ആരുടെ മുമ്പിലേക്ക് അത് ചെല്ലണത്? ചിന്തിക്കാനും വായിക്കാനും ഒക്കെ ശേഷിയുള്ള നമ്മുടെ ഭരണകൂടത്തെക്കാൾ വിവരമുള്ള കുട്ടികളുടെ കയ്യിലേക്കായി സർക്കുലർ ചെയ്യുന്നത്. പരിഹാസ്യമാവുമല്ലേ നമ്മുടെ ഗവർണർ ആയാലും ഗവൺമെന്റ് ആയാലും. അനാവശ്യമാണ്, അനുചിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വേണ്ടാത്ത പണിയാണ്. ആ നേരം കൊണ്ട് ഗവർണർക്ക് ഈ ഗവൺമെന്റിനെ നിലക്ക് നിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ആവശ്യമില്ലാത്ത പണിയാണ് ഗവർണർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടാതെ വയ്യ, നമുക്ക് പ്രതിഷേധിക്കാതെയും വയ്യ.